നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 23/6/2026 ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബറിൻ്റെയും കുരുമുളകിൻ്റെയും അടയ്ക്കയുടെയും വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത്. റബ്ബറിൻ്റെ വിദേശ വില ഇന്നലെ വൈകുന്നേരം മുതൽ മുകളിലേക്കാണ്. നമുക്ക് വില നോക്കാം. അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മെമ്പർഷിപ്പ് ആവശ്യമുള്ളവർ വീഡിയോ കാണുമ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. നമുക്ക് റബ്ബർ വില ആദ്യം നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS-4 1 കിലോ 273 രൂപ, RSS-5 1 കിലോ 268 രൂപ, ISNA20 226 രൂപ, ലാറ്റസ്റ്റ് 60% 168 രൂപ. ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം. RSS-4 1 കിലോ 273 രൂപ, RSS-5 1 കിലോ 268 രൂപ. ഇനി നമുക്ക് വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS-4 1 കിലോ 265 രൂപ, RSS-5 1 കിലോ 260 രൂപ, ISS 219 രൂപ 50 പൈസ മുതൽ 220 രൂപ വരെ. ഇനി നമുക്ക് ഗ്രേഡിയം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോ 263 രൂപ 50 പൈസ, ലോട്ട് 225 രൂപ മുതൽ 230 രൂപ വരെ. ഇനി ഒട്ടുപാൽ നോക്കാം. 60% DRC ഒട്ടുപാൽ 126 രൂപ, 70% DRC ഒട്ടുപാൽ 146 മുതൽ 156 രൂപ വരെ, 80% DRC ഒട്ടുപാൽ 168 രൂപ. ഇനി നമുക്ക് ലാറ്റസ് നോക്കാം. ഫീഡ് ലാറ്റസ് 233 രൂപ. ഇന്ന് റബ്ബർ വിലയിൽ RSS-4നും RSS-5നും 1 രൂപയാണ് കുറഞ്ഞത്. ISNA20ക്കും ലാറ്റസ് 60% വിലയിൽ മാറ്റമില്ല. റബ്ബർ വില കൊച്ചി നോക്കുകയാണെങ്കിൽ RSS-4നും RSS-5നും 1 രൂപ കുറഞ്ഞിട്ടുണ്ട്. വ്യാപാരിയിൽ നോക്കുകയാണെങ്കിൽ RSS-4നും RSS-5നും 1 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഗ്രേഡിയം ഷീറ്റിൻ്റെ വില നോക്കുകയാണെങ്കിൽ ലൂസിന് 50 പൈസ കൂടിയിട്ടുണ്ട്. ഒട്ടുപാൽ വില നോക്കുകയാണെങ്കിൽ 60% DRCക്ക് 75 പൈസയും 80% DRCക്ക് 1 രൂപയും കൂടിയിട്ടുണ്ട്. ലാറ്റസ് വിലയിൽ 1 രൂപ കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് 1 കിലോ 713 രൂപ, അൺഗാർബിൾഡ് 1 കിലോ 693 രൂപ, പുതിയ കുരുമുളക് 1 കിലോ 683 രൂപ, ചേട്ടൻ കുരുമുളക് 1 കിലോ 675 രൂപ, വയനാട് കുരുമുളക് 1 കിലോ 685 രൂപ, നാടൻ കുരുമുളക് 1 കിലോ 680 രൂപ. ഇനി നമുക്ക് അടയ്ക്ക വില നോക്കാം. അടയ്ക്ക പുതിയത് 1 കിലോ 390 രൂപ, പഴയത് 410 രൂപ. കാസർഗോഡ് ജില്ലയിൽ ഇപ്പോഴും 500-ന് മുകളിൽ വിലയുണ്ട്. ക്വാളിറ്റി കൂടിയ അടയ്ക്കയ്ക്ക് കൂടുതൽ അടയ്ക്കയുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് വിൽക്കാവുന്നതാണ്. ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ല. താങ്ക് യു.